അള്ളാന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, അള്ളാന്റെ റസൂലെ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഒന്ന് പറഞ്ഞു തരുമോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, വലിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരൂല, നിങ്ങൾക്കത് താങ്ങാൻ പറ്റൂല, ഞാൻ ഏറ്റവും ചെറിയ ശിക്ഷ പറഞ്ഞു തരാം. സയ്യിദുനാ റസൂലുള്ളാഹി നരകത്തിലെ വലിയ ശിക്ഷ ചോദിച്ചതാകുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരൂല, നിങ്ങൾക്കത് താങ്ങാൻ പറ്റൂല, അതുകൊണ്ടാണ് നിങ്ങൾക്കത് കേട്ടിരിക്കാൻ പറ്റൂല. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. ഒന്ന് കേൾക്കണേ, ഒന്ന് കേൾക്കണേ പ്രിയപ്പെട്ട ഉപ്പ, ഒന്ന് കേൾക്കണേ പ്രിയപ്പെട്ട ഉമ്മ. قال رسول الله صلى الله عليه وسلم إنه أنا أهل النار عذابا من له نعلان وشراقان يغلى منها دماغه كما يغلي المرجل. തങ്ങളോട് സഹാബത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ നബിയേ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറഞ്ഞു തരണേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ പറഞ്ഞു തരാം, വലുത് നിങ്ങൾക്ക് കേട്ടിരിക്കാൻ കഴിയില്ല. പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നരകമെന്ന് പറയുന്നത് ചെറിയ ചെറിയ സംഗതിയായി ഒരിക്കലും മനസ്സിലാക്കരുത്, മനസ്സിലാക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, ഇന്നഹു അനാഖിലിന്നാരി അദാബാ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? മല്ലഹു നഅലാനി വശറാഖാൻ, ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോൾ നിന്റെ കാലിലേക്ക് നീ ഇടുന്നതായ ഹവായി ചെരുപ്പ് പോലെയുള്ള രണ്ട് വള്ളികൾ ഉള്ളതാകുന്ന തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ചെരുപ്പുണ്ട് നരകത്തിൽ. നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് ആ ചെരുപ്പ് ഇട്ടുകൊടുക്കുമത്രേ. ആ ചെരുപ്പ് അവന്റെ കാലിലേക്ക് സബാനിയാക്കളാകുന്ന മലക്കുകൾ പിടിച്ചിടുകയാണ്. നീ കടയിൽ ചെല്ലുമ്പോ നിന്റെ കാലിലേക്ക് ഷോപ്പ് കീപ്പർ വന്നിട്ട് കാലിലിട്ട് തരുമ്പോ നിന്റേതാകുന്ന ഷൂ ഇട്ട് നിന്റെ കാലിന്റെ സൈസ് നോക്കിക്കൊണ്ട് ഇട്ട് തരുന്നത് പോലെ സബാനിയാക്കളാകുന്ന മലക്കുകൾ നിന്റെ കാല് പിടിച്ചുകൊണ്ട് ആ തീയുള്ള തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ചെരുപ്പ് നിന്റെ കാലിലേക്ക് ധരിപ്പിക്കുകയാണ്. നഊദു ബില്ലാഹ് യുഗ്ലാ മിനാ ദിമാഗു കമാ യഗ്ലിൽ മിർജലു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സഹാബ, തീയാൽ സൃഷ്ടിക്കപ്പെട്ട ചെരുപ്പാണ്, ചെരുപ്പാണ്, നരകത്തിലെ ചൂടാണ് ചെരുപ്പിന്. അവന്റെ മുട്ടിലൂടെ, അവന്റെ തുടയിലൂടെ, അവന്റെ കഴുത്തിലേക്ക്, അവന്റെ തലച്ചോറിനുള്ളിലേക്ക് നിന്റെ ചൂട് കടന്നു വരുകയാണ്. സെക്കൻഡ് ബൈ സെക്കൻഡിൽ അവന്റെ തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമത്രേ ആ ചെരുപ്പ് ധരിച്ച ചൂടിനാല് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. ഇതിനേക്കാൾ ചെറിയ ശിക്ഷയില്ല സ്വഹാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നരകത്തിലെ ഏറ്റവും ലൈറ്റ്, നിനക്കാ ചെറിയ ലൈറ്റ് ചായ തരുമോ? ഇല്ല മോനെ, ഇതോള്ളൂ, നീ കുറഞ്ഞ പരിപാടിയില്ല. നരകത്തിൽ കടന്നാൽ ഒരു ചെരുപ്പ് നിന്റെ കാലിലിട്ട് തരും. ആ ചെരുപ്പങ്ങോട്ടിട്ടാൽ നിന്റെ കാലിൻ്റെതാകുന്ന പാദങ്കാല് മുതൽ തുളച്ച് ചൂട് കയറി നിന്റെ മുട്ടിലൂടെ, നിന്റെ തുടയിലൂടെ, നിന്റെ കഴുത്തിലേക്ക്, നിന്റെ തലച്ചോറിനുള്ളിലേക്ക് ചൂടിയെത്തി തലച്ചോറ് വെന്തുരുകി പുറത്തു വരും. സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലായിക്കോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൂന്ന് കൂട്ടർ നാളെ മഹ്ശറിൽ ഖേദിക്കുമേ, അല്ലാഹു വരെ മൈൻഡ് ചെയ്യൂല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ്, വേദനാജനകമായ ശിക്ഷയാണ്. ആരാണ് സ്വഹാബ? ബഹുമാനപ്പെട്ട അബൂദറുൽ ഗിഫാരിയാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. അദ്ദേഹം ഉടനെ പറഞ്ഞു അത്രേ, ഖാബൂ വഖസിറൂ യാ റസൂലല്ലാഹ്, നബിയെ പരാജയപ്പെട്ടല്ലോ, അവർ പരാജയപ്പെട്ടല്ലോ നബിയെ. ഖാബൂ വഖസിറൂ മൻഹും യാ റസൂലല്ലാഹ്,
പരാജയപ്പെട്ടല്ലോ നബിയേ, ലോകത്തെ ഏറ്റവും വലിയ പരാജിതർ അവരായിപ്പോയല്ലോ നബിയേ, അവരാരൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ എന്ന് അബൂദർ ഗഫാരി തങ്ങളെ ചോദിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ആദ്യമായി അൽ മുസ്ബിലു, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനെന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ റബീഉൽ അവ്വൽ നമ്മളൊരു പ്രതിജ്ഞ എടുക്കും, ഇനി മേലാൽ എന്റെ നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം പോകില്ല. അങ്ങനെ ഉടുത്തവരൊക്കെ ഒന്ന് കയറ്റി കൊടുത്തോളി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒന്ന് കയറ്റി കൊടുത്തോളി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതിന് മടിവെക്കണ്ട. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്ത് ജീവിതത്തിൽ ഇനി മരണം വരെ കൊണ്ടുവരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് തരട്ടെ. അതിലൊരു ഫാഷനെ നിങ്ങൾ കാണണ്ട. ലോകത്തെ ഏറ്റവും വലിയ ഫാഷൻ സയ്യിദുനാ റസൂലുള്ളാഹി. പാൻസ് ഒക്കെ ധരിക്കുന്ന ചെറുപ്പക്കാര് നിസ്കരിക്കുന്ന സമയത്ത് മാത്രം ഇങ്ങനെ തെറുത്ത് വെച്ചാല് ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടുമെന്ന് നീ മോഹിക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലുമില്ല. ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ മുസ്ബിലിൻ ഇസാറ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി തങ്ങൾ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഇബാറത്ത് വളരെ വ്യക്തമാണ്. പഠിക്കണം. നമ്മൾ മുതഅല്ലിമീങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കി പഠിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസ് വിശദീകരിച്ചെടുത്ത് ഇമാം നബവി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിസ്കരിക്കുന്ന സമയത്ത് മാത്രം ചില ആളുകൾ അവന്റേതാകുന്ന മുണ്ട് മുമ്പിലേക്ക് കയറ്റിയെടുത്ത് ഉയർത്തി കെട്ടിക്കൊണ്ടുന്ന ആളുകളുണ്ട്, പാൻസ് മടക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. നിസ്കരിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും നെരിയാണിക്ക് താഴോട്ട് വസ്ത്രവിധാനം പോകാൻ പാടില്ല. നിസ്കരിക്കുന്ന സമയമല്ലാത്ത സമയത്തും നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്ന സമയത്ത് ഉയർത്തി വെച്ചതുകൊണ്ട് മാത്രം അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അങ്ങനെയാണ് അധിക ആളുകൾ പള്ളി വന്നിട്ട് നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്ത് എല്ലാവരും നിസ്കാരം റെഡിയാക്കോ, സുഫൂഫക്കും അഅ്തദിലു, അൻറാറിന്റെ വള്ളിയൊക്കെ പിടിച്ച് ഹാജിയാരി റെഡിയാക്കി എല്ലാം റെഡിയാക്കുക. ഉടനെ മുണ്ട് ബിസ്മില്ലാഹി. അതല്ല, പറ്റൂല. നിസ്കാരം ശരിയാവൂല. അല്ലാഹുവിന്റെ വലിയാണെന്നതിൽ തർക്കമില്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫത്തുൽ മുഹ്താജിന്റെ മുഖദ്ദിമയിൽ ആമുഖത്തിൽ രേഖപ്പെടുത്തി വെച്ച രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ലോകം കണ്ട ഏറ്റവും വലിയ സമുന്നതനായ പണ്ഡിതനല്ലയോ ഇമാം നവവി റഹിമഹുല്ലാഹ്. അവിടുന്നാണ് പറഞ്ഞത് അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിസ്കരിക്കുന്ന സമയത്ത് മാത്രം മടക്കി വെക്കാം. കാരം കഴിയുമ്പോൾ അഴിച്ചുവിടുക. പള്ളിയുടെ വാതുക്കത്തിന്റെ കുത്തിയിരുന്നിട്ട് വേഗം അഴിച്ചു വിട്ടിട്ട് ഉസ്താദേ അടുത്ത വക്കത്തിന് കാണാം, നീ വരണമെന്നില്ല, ഇങ്ങനെ ഇക്കാരം പോയി കിടക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വേറെയുണ്ട് രണ്ടാളുകൾ. സമയമില്ല ഇല്ലെങ്കിൽ അതൊക്കെ പറയായിരുന്നു. രണ്ടാളുകൾ കൂടി നാളെ മഹ്ശറയിൽ അടങ്ങേറാകും. ഒന്നാൽ മന്നാൻ, രണ്ടാമത്തെ വ്യക്തി ദുനിയാവിൽ സമ്പത്ത് പാവങ്ങൾക്ക് നൽകിയിട്ട് പ്രളയബാധിതരാകുന്ന ആളുകളെ സഹായിച്ചവരുണ്ടാകാം, വീട് വെക്കാൻ സഹായിച്ചവരുണ്ടാകാം, കടക്കണിയിൽ നിന്ന് രക്ഷിച്ചവരുണ്ടാകാം, വിവാഹധന സഹായം നൽകിയവരുണ്ടാകാം. അൽ മന്നാൻ, ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്തിട്ട് എടുത്തു പറയുന്നവൻ, അവൻ മന്നാനാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ അവൻ അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കേണ്ടതില്ല. അവന് കഠിനമായ ശിക്ഷയാണ്. ഹബീബ് റസൂലുള്ളാഹി. മൂന്നാമത്തത് വൽ മുൻഫിഖു സൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് സാധനങ്ങളെ വിറ്റഴിക്കുന്ന ആള്. എത്രയോ ആളുകളുണ്ട്, എത്രയോ കച്ചവടക്കാരുണ്ട്. കച്ചവടക്കാരെ കുറിച്ചൊക്കെ പറയാണ് 2-3 ദിവസം അത് തന്നെ പറയണം. കാരണം ആ രീതിയിലാണ് ഇപ്പൊ കച്ചവടത്തിന്റെ ഒക്കെ പോക്ക്. മൊബൈൽ ഫോൺ വാങ്ങാൻ ചെന്നൊരുത്തൻ അതിനുള്ള കേടുപാടുകൾ അവൻ പറയണം. സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ അതിനുള്ള കേടുപാടുകൾ പറഞ്ഞു കൊടുക്കണം. ഇതിടെ ബാറ്ററി ബാക്കപ്പ് ഒന്നും ഇല്ല, ഇത് സംഭവം പ്രശ്നമുള്ളതാണ്, ചെറിയൊരു വിഷയമുണ്ട്, നീ ഇനി ചാർജ് ചെയ്തിട്ട് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് പിന്നെ വരല്ലേ, ചെറിയൊരു വിഷയമുണ്ട്, ഇന്ന കേസ് കെട്ടുകളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. മൊബൈൽ കച്ചവടം ചെയ്യുന്നവൻ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതലുള്ള മൊബൈൽ കച്ചവടമാണല്ലോ. ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തിൽ മുക്കുമൂലകൾ മൊബൈലിന്റെ ബിസിനസ്സാണ്. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. പക്ഷെ ഹലാലായ രീതിയിലായിരിക്കണം നിന്റെ സമ്പാദ്യം. അവനെ കൊടുക്കാൻ വേണ്ടി ആകരുത്, ഇടങ്ങേറാക്കാനാകരുത്. കച്ചവടമൊക്കെ ചെയ്യുന്നത് ബർക്കത്തിന് വേണ്ടിയാകണം.
വൽമുൻഫിഖു സൽഅതുഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്ത്. അല്ലാഹു തന്നെ സൂപ്പർ സാധനമാണ്, അടിപൊളി ഐറ്റാണ്. അനക്കായ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വിലക്ക് തരുന്നത്. 50,000 രൂപയുടെ സാധനമാണ്, 35,000 രൂപ അനക്കായ കൊണ്ട് മാത്രം തരികയാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ. 2 ദിവസം കഴിയുമ്പോൾ സാധനം കേട് തിരിച്ചു കൊണ്ടുവന്ന് വരിക. അല്ല പൊന്നു, അപ്പം നമ്മൾ എടുക്കൂല. അതിൻ്റെതാകുന്ന കോട്ടങ്ങൾ മുഴുവൻ വിശദീകരിക്കണം. നന്മ വിശദീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ കോട്ടങ്ങൾ പറയണം. അങ്ങനെയാണ്. ഹദീസില്ലേ, കച്ചവടക്കാരെ കൊണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലുൽ ലിത്താജിരി ബിലാ വല്ലാഹ് വലാ വല്ലാഹ് വൈലുൽ ലിസാനിഇ من غد وبعد غد صدق رسول الله. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, വൈലുൽ ലിത്താജിരി ബിലാ വല്ലാഹ് വലാ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്, ഇത് സാധനം ഉഗ്രനാണെന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരില്ലയോ, അതേ രീതിയിലല്ല എങ്കിൽ അവന് നാശമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അങ്ങനെ അല്ല എങ്കിൽ നിനക്ക് അടങ്ങാറായിരിക്കും, തട്ട് കിട്ടും. ഇത് സൂപ്പർ സാധനമാണ്, അടിപൊളി ഐറ്റാണ്, വല്ലാഹി അടിപൊളി ഐറ്റാണ്, ഞാനത് ചൈനയിൽ നിന്ന് വരുത്തിയാണ്, അവിടുന്ന് വരുത്തിയ ജപ്പാന്റെ ഐറ്റാണെന്നൊക്കെ പറഞ്ഞ് നീ വിത്തിട്ട് അവസാനം അവരെ നാശത്തിലേക്ക് കൊണ്ടുപോകരുതേ. എന്ത് സാധനമായിരുന്നാലും, എന്ത് സാധനമായിരുന്നു. റളിയല്ലാഹു ഒരിക്കൽ കമ്പോളത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരാൾ ഈന്തപ്പഴം കച്ചവടം ചെയ്യുന്നു. അവനോട് ചോദിച്ചു, കച്ചവടമൊക്കെ ചെയ്യാൻ പഠിച്ചായിരുന്നു? ഇല്ല, പഠിച്ചില്ല, നമ്മൾ ഇങ്ങനെ ചെയ്തല്ലേ പഠിക്കുന്നത്. ആ ഷട്ടർ ഇങ്ങോട്ട് ഇട്ടോളാൻ പറഞ്ഞു. ഷട്ടർ ഇട്ടോ, ബിസ്മില്ലാ, അതാക്കോലും ഇങ്ങോട്ട് കട പരിപാടി നിർത്തിക്കോളാം. കച്ചവടമൊക്കെ പഠിച്ചിട്ട് മതിയടാ, ദീനനുസരിച്ചുകൊണ്ട് കച്ചവടം പഠിച്ചിട്ട് മതി, കച്ചവടം നടത്തിയാൽ മതി. അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മള് കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് എവിടുന്ന് ആരോട് എന്ത് ചോദിക്കുന്നു? ഒന്നും ചോദിക്കൂല, നമുക്കൊന്നും ചോദിക്കാം, എല്ലാം അറിയാമല്ലോ. കച്ചവടമൊക്കെ കഴിഞ്ഞ അവസാനം തകടം പറഞ്ഞ് നാശമായി, ഒക്കെ പലിശയുമായി ബന്ധപ്പെട്ട് ഇടങ്ങേറായി, അവസാനം മുസ്ലിയാരെടുത്ത് വരും, ആദ്യാരെ ഇതിന്റെ മസാല എങ്ങനെയായിരുന്നു, മസാല എല്ലാം പോയി, നമ്മളാകെ തകർന്ന് നാശമായി. അപ്പോഴാണ് കട തുടങ്ങിയതിൻ്റെ അന്ന് രാവിലെ സുബഹിക്ക് മുമ്പ് മൂലിയാരെ കൊണ്ടുപോയിട്ട് കടയുടെ ഷട്ടർ താഴ്ത്തി പകുതി വരെ വെച്ചിട്ട്, അതെ എരഞ്ഞു കയറണം കേട്ടോ, കാരണം രാവിലെ സിനിമാ നടി വരാനുള്ളതാണ്, സണ്ണീരുവൻ വരാനുള്ളത്, അവരെ കൊണ്ട് ഉദ്ഘാടനം. ഉസ്താദ് പിന്നെ വെറുതെ രാവിലെ വന്നിട്ട് കട ഷട്ടറൊന്നും തുറക്കണ്ട, താഴെക്കൂടെ ഒന്ന് എഴഞ്ഞ് കയറിക്കും. ഉസ്താദ് പിന്നെ എഴഞ്ഞ് അതിനകത്ത് കയറി മെഴുകുതിരി വെളിച്ചത്തിൽ നിന്ന് യാസീൻ ഓതി ദ്വാരന്ന് പോകുമ്പോൾ ഉസ്താദിന് ഒരു 100 രൂപ. രാവിലെ 10 മണിക്ക് സണ്ണീരുവൻ സിനിമാ പാട്ടും പാടി ഭയങ്കര ചണ്ടമേള, അല്ലാഹ് 1,00,000 രൂപ. 2 മാസം കഴിയുമ്പോൾ ഇതേ കാളിയാരെടുത്ത് വരും, മുസ്ലിയാരെ കോഴിമുട്ട ഉണ്ടോ, മന്ത്രിച്ചൂത്, എങ്ങനെയെങ്കിലും എൻ്റെ കച്ചവടം വർക്കത്താക്കണം. അതേ മുസ്ലിയാരെടുത്ത് എത്ര രൂപ ആണെങ്കിലും തരാവേ, സണ്ണീരുവന് കൊടുത്ത കാശ് ഹാജിയാർക്ക് കൊടുത്ത് മുസ്ലിയാർക്ക് കൊടുത്തിരുന്നേ മതിയായിരുന്നു. ഇതല്ലേ സമൂഹത്തിൽ നടക്കുന്നത്? ഇന്ന് കേരള സമൂഹത്തിൽ നടക്കുന്ന ഇതല്ലേ? എന്ത് പറ്റിപ്പോയി മുസ്ലിം സമുദായത്തിന്? വലിയ വലിയ തമ്പുരാക്കന്മാരാകുന്ന ആളുകൾ പോലും, സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിക്കുന്ന പണക്കാർ പോലും, എത്രയോ സമുന്നതരാകുന്ന പണക്കാർ ഇവിടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ കൊണ്ട്, സാദാത്യങ്ങളെ കൊണ്ട്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശാബുദങ്ങളെ കൊണ്ട് ഉദ്ഘാടിച്ച എത്രയോ കടകൾ ഇന്ന് കേരളക്കരയിലുണ്ട്, എത്രയോ ജ്വല്ലറികളുണ്ട്, എത്രയോ ഷോപ്പുകളുണ്ട്. ഒരു കച്ചവട നഷ്ടവും സംഭവിക്കാത്ത രീതിയിൽ എത്രയോ മഹത്തരമാകുന്ന കരങ്ങൾ കൊണ്ട്, ആലിമീങ്ങളുടെ കരങ്ങൾ കൊണ്ട്, പണ്ഡിതന്മാരുടെ കരങ്ങൾ കൊണ്ട് ഉദ്ഘാടിക്കപ്പെട്ട എത്രയോ കടകൾ ഇന്നും മനോഹരമായ കച്ചവടം നടത്തുന്നുണ്ട്. 8 നിലയ്ക്ക് പൊട്ടിയതാകുന്ന എത്രയോ കടകളുണ്ട്. സിനിമാ നടന്മാരെ കൊണ്ടും സിനിമാ നടിമാരെ കൊണ്ടും ലക്ഷങ്ങൾ പൊടിച്ച് ബാൻഡ് മേളവും അമ്പാരിയുമായി കടന്നു വന്ന ആളുകൾ ഇന്ന് മുസ്ലിം സമുദായത്തിൽ കടക്കണിയിൽ കുടുങ്ങിയ ആളുകളില്ലേ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തേ മനസ്സിലാക്കാത്തത്? നബിതങ്ങൾ പറഞ്ഞു, വൈലുൽ ലിത്താജിരി ബിലാ വല്ലാഹ് വലാ വല്ലാഹ് വലാ യഹില്ലു ലിഅഹദിൻ അൻ യബീഅ ബിളാഅതഹു ഇല്ലാ അൻ
അയ്യുബയ്യന ആഫതഹു. ഒരു വ്യക്തി അവന്റെ കച്ചവട ചരക്കുകൾ വിൽക്കുമ്പോ അവനതിൽ വിൽക്കൽ അനുവദനീയമല്ല. അതിൻ്റെതാകുന്ന ആഫത്തുകൾ, അതിൻ്റെതാകുന്ന വരുംവരായികൾ കച്ചവടക്കാരൻ കസ്റ്റമറെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ കച്ചവടം ചെയ്യരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മള് ബുദ്ധിമുട്ട് മറച്ചു വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ട് പിടിപ്പിക്കാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒക്കെ ചിന്തിച്ചോ, കച്ചവടക്കാർക്ക് വേണ്ടി പിന്നെ ഒരു ദിവസം വെക്കുക, അപ്പൊ പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അല്ലെങ്കിൽ ആയത്തോ ദിവസമൊക്കെ വേറെ പോകും, സമയം പോകും. കൂലിപ്പണിക്കാരായ ആളുകൾ, പെയിന്റ് അടിക്കാരാകട്ടെ, ആശാരിപ്പണി ചെയ്യുന്നവനാകട്ടെ, മേസ്തിരി പണി ചെയ്യുന്നവനാകട്ടെ, സമയം പറഞ്ഞാൽ അത് പാലിക്കണേ. നാളെ ഈ പണി തീർക്കാം, ഞാൻ മറ്റന്നാൾ കൊണ്ട് തീർക്കാം. ഈ കെട്ടിടത്തിന്റെ പണി ഞാൻ ഒരു മാസം കൊണ്ട് തീർക്കാം, ഒരു വർഷം കൊണ്ട് തീർക്കാം. നീ ഒരു സമയം പറഞ്ഞാൽ ആ സമയം നീ പാലിക്കണേ. നാളെ വരാം, മറ്റന്നാൾ വരാമെന്നൊക്കെ നീ പറയലുകൊണ്ട് ആ സമയത്ത് വരാൻ പറ്റുമെങ്കിൽ മാത്രമേ പറയാവുള്ളൂ. നീ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് നീ ശാപവാക്കി ഏറ്റുവാങ്ങരുതേ. വിധങ്ങളെ ശപിച്ച വിഭാഗമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. ഒരാൾ പറയാം, നാളെ വന്നേക്കാം, രാവിലെ പണിക്ക് വന്നേക്കാം, മറ്റന്നാൾ വന്നേക്കാം, ഇതങ്ങ് തീർത്ത്, ഇത് ഇവിടുത്തെ റെഡിയല്ലേ, ഇത് ഞാൻ മറ്റന്നാൾ വന്ന് തീർത്തേക്കാം. ആ മറ്റന്നാൾ തന്നെ നീ വരണം. വരാൻ പറ്റുന്ന ഒരു ഡേറ്റ് നീ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിനക്ക് ഇടങ്ങേറാണ്, നിനക്ക് നാശം. ആര് പറഞ്ഞതാ? സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെയാണ് ബർക്കത്തില്ലാത്തത്. ഡെയിലി 1000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്, 700 രൂപ വെച്ച് കിട്ടുന്നുണ്ട്, എങ്ങോ ക്ലച്ച് പിടിക്കുന്നില്ല, റാഹയില്ല. എന്തുകൊണ്ടാ? ബർക്കത്തില്ല. നീ പറഞ്ഞാൽ അനുസരണമുള്ള ആളുകൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നുണ്ട്. ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. നബിയുടെ ഓരോ വാക്കും നബിയുടെ ശാപവാക്കി ഏറ്റ ആളുകളാണ് മിക്ക ആളുകളും. അള്ളാഹു കാക്കട്ടെ. ശ്രദ്ധിക്കണം നമ്മൾ. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ ജോലികൾ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. കൂലിപ്പണിക്കാരായ ആളുകൾ, സഹോദരങ്ങളുണ്ടാകും, കച്ചവടക്കാരുണ്ടാകും. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. വളരെ ശ്രദ്ധിക്കുക. ലോകത്തെ ഏറ്റവും നല്ല പണിയാണ് കച്ചവടം. സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ പ്രവാചകന്മാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, അമ്പിയാക്കളോടൊപ്പമാണ് നാളെ സ്വർഗത്തിൽ വസിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തിയാൽ നിനക്ക് അമ്പിയാക്കളോടൊപ്പം സ്ഥാനം, പുലർത്തിയില്ലെങ്കിൽ നിനക്ക് കപടവിശ്വാസികളോടൊപ്പം ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ 3 കൂട്ടരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും മാരകമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും മഹ്ശറയിൽ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആദ്യമായി പറഞ്ഞത് അൽ മുസ്ബിലു എന്നാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരെന്നാണ്. അവിടെ നിൽക്കട്ടെ. ഇനി സ്ത്രീയുടെ വിഷയത്തിലേക്ക് വരാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അൽ മർഅതു കുല്ലുഹാ ഔറാ ഇദാ ഖറജത് ഇസ്തശറഫഹ ശൈത്താൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്മാരുടെ മുന്നിൽ അവരുടെ തലയിലെ മുടി മുതൽ കാലിന്റെ നഖം വരെ ഔറത്താണ്. ഒന്നും കാണിക്കാൻ പറ്റൂല അന്യപുരുഷന്റെ മുന്നിൽ. ഞാൻ ഈ പറയുന്നതൊക്കെ മസലകളാണ്. അതുകൊണ്ട് മസലയായി മനസ്സിലാക്കണമെങ്കിൽ നല്ല ശ്രദ്ധ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താ പറഞ്ഞത്? നീ സ്ത്രീകളുടെ ഭാഗമാണ് കേട്ടോ. നല്ലതുപോലെ ശ്രദ്ധിക്കുക. സ്ത്രീകളെ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. കുറച്ചേരോട് പറയാം, ഒരു 10 അരമണിക്കൂർ കൂടെ പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കണേ. قال رسول الله صلى الله عليه وسلم, ഹബീബ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തിയതാണ്, ഇദാ ഖറജത് ഇസ്തശറഫ ശൈത്താൻ. ഒരു പെണ്ണവളുടെ ശരീരത്തിന്റെ നഗ്നതകൾ മറക്കാതെയാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ അവളുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ അന്യപുരുഷന്മാരിലേക്ക് പിശാച് വെളിവാക്കുമത്രയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പെണ്ണേ, നീ ശ്രദ്ധിക്കണേ. നിന്റെ വീട്ടിന്റെ പുറത്തിറങ്ങുമ്പോ ശരീരത്തിന്റെ നഗ്നതകൾ പരിപൂർണമായി മറക്കണേ.
പുരുഷന്റെ നഗ്നത മുട്ടുപുക്കൾ ഉൾപ്പെടെയാണ് അല്ലെ, മാബൈന സുറത്തി റുക്ബത്തി അങ്ങനെയാ. പെണ്ണിന്റെതോ ശരീരം മുഴുവനുമാണ് അന്യപുരുഷനിൽ നിന്ന് മറയ്ക്കണം. അൽ മർഅതു കുല്ലുഹാ ഔറ ശഫീഉനാ റസൂലുള്ളാഹി. അങ്ങനെയാണ്. വല ശ്രദ്ധിക്കണം, അന്യപുരുഷനിൽ നിന്ന് ശരീരം മുഴുവനും മറക്കണം. ആരാ അന്യപുരുഷൻ? മീൻകാരൻ അന്യപുരുഷനാണോ ഉസ്താദേ? അതെ, അന്യപുരുഷനാണ്. ഓട്ടോക്കാരനോ അന്യപുരുഷനാണ്. മക്കളെ വിളിക്കാൻ വരുന്നതാകുന്ന ബസിന്റെ ക്ലീനർ, ഡ്രൈവർ അന്യപുരുഷനാണ്. ഞാൻ പറഞ്ഞെന്താ, ഇവരൊക്കെ ആയിട്ടാണ് ഒളിച്ചോട്ടം കൂടുതൽ. ഇതൊന്നും അന്യപുരുഷനല്ല, കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഒരു പോപ്പാടിയാക്കാം മീൻകാരന്റെ. അവസാനം അവന് വണ്ടിക്കകത്ത് അവന്റെ സ്കൂട്ടിക്കകത്ത് പോവാ. അല്ലുവിട്ട് അല്ലാഹു ആക്കട്ടെ. അവിടെ പറഞ്ഞു കൊടുക്കണ്ടേ, സമൂഹം അറിയണ്ടേ, ഒരു അന്യരാന്നുള്ളത് ആരും അറിയണ്ടേ, സ്ത്രീകൾ മനസ്സിലാക്കട്ടെ. ഓ അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പട്ടിണിയായി പോലെ നീ വാങ്ങണ്ട മീൻ, അങ്ങനെ പട്ടിണിയാണ്, പട്ടി ആയിക്കോട്ടെ, അതൊക്കെ നിന്റെ ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. അവൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തു. അതിനല്ലേ ഭർത്താവ്. നീ എന്തിനാ റോഡിൽ ഇറങ്ങിയിട്ട് മീൻകാരനായിട്ട് ക്വസ്റ്റൻ അന്വേഷിച്ചോ ഇന്നിപ്പോ അതിനുള്ള മാറ്റിക്കാത്ത ആളെ എന്താ വില എന്തോ വിളിച്ചോ, നീ എന്ത് കഥ പറഞ്ഞിട്ട് നിന്നെ ആരാധ ഇതൊക്കെ നീ ദീനിൽ അടിയുറച്ച് നിലക്ക്. നീ മലബാറിലെ പെണ്ണല്ലേ, നീ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്ക്. ഇതൊക്കെ അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് ജീവിതത്തിൽ ശ്രദ്ധിച്ചില്ലേ? അതുകൊണ്ടല്ലേ അവർ മഹിളകളായത്, ലോകമറിയപ്പെട്ട വനിതകളായത്, സ്വർഗീയ സ്ത്രീകളുടെ നേതൃപടവും അലങ്കരിക്കുന്നവരായി തീർന്നത്. എന്തേ നമുക്കും അങ്ങനെ ആയിക്കൂടെ? നമ്മുടെ ജീവിതത്തിൽ ഒരു ശ്രദ്ധ വരണം. ആരാണ് അന്യർ? അറിഞ്ഞു വെക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിന്റെ തലയിലെ മുടി മുതൽ കാലിന്റെ നഖം വരെ ഔറത്താണ്. തലയിലെ മുടി നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങളൊക്കെ മറച്ചിരിക്കണം എന്നുള്ളതാണ് ഷാഫി മദ്ഹബിൽ പ്രബല അഭിപ്രായം. വളരെ ശ്രദ്ധിക്കണേ. എന്തായി പറയുന്നത്? മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങളൊക്കെ മറച്ചിരിക്കണം. മുഖമെന്ന് പറയുമ്പോ താടി രോമം കിളിർക്കുന്ന ഭാഗം മുതലാണ് മുഖം. മിക്ക സഹോദരിമാരും ചില സഹോദരിമാരും മുഖമക്കനെ ധരിക്കുന്നത് നിസ്കാരത്തിൽ പോലും വളരെ ഇറക്കിയിട്ടാണ് മുഖമക്കനെ ധരിക്കുന്നത്. അങ്ങനെ ധരിച്ചാൽ നിസ്കാരം സാധൂകരിക്കൂല, നിസ്കാരം ബാത്തിലാവും. വളരെ ശ്രദ്ധിക്കണം. പറഞ്ഞാൽ മുഖമക്കനെ ഇങ്ങനെ ഇറക്കിയിട്ടിട്ട് ഇവിടെ ക്ലിപ്പിട്ടാൽ നമ്മുടെ താടി ഭാഗം വെളിവായിരിക്കാൻ നിസ്കാരം പോകും. ഭർത്താക്കന്മാരെ ശ്രദ്ധിച്ചോ, ഉപ്പമാരെ ശ്രദ്ധിച്ചോ, മക്കളെ ശ്രദ്ധിക്കും, നമ്മുടെ ഭാര്യയെ ശ്രദ്ധിക്കും, നമ്മുടെ സഹോദരിമാരെ ശ്രദ്ധിക്കും. ഈ രീതിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നവർക്ക്. അപ്പോ മുഖം മുൻകൈ ഒഴികെയുള്ളതൊക്കെ മറച്ചിരിക്കണം. ഇത് രണ്ടും വെളിവാക്കൽ അനുവദനീയമാണ്. എന്നല്ല വെളിവാക്കണം. അങ്ങനെ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ നിർബന്ധമായ തവാഫിന്റെ വേളയിലൊക്കെ അവളുടെ ഔറത്ത് ആ രീതിയിലാണ് എന്ന് പറഞ്ഞാൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങളൊക്കെ മറക്കണം. മിക്ക സഹോദരിമാരും ഹജ്ജിന് വേണ്ടി പോകുന്ന സമയത്ത് ഹജ്ജിന് അവര് പ്രത്യേക ഒരു വസ്ത്രം കൊടുക്കും, തലയിൽ മുഖമക്കന് കൊടുക്കും. ആ മുഖമക്കനയ്ക്ക് ചിലപ്പോ എയർപോർട്ടിൽ എത്തുമ്പോഴായിരിക്കും ഇത് കിട്ടുന്നത്. അപ്പൊ തലയിൽ കിടക്കുന്നത് എടുത്ത് മാറ്റിയിട്ട് ഇതങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ കാറ്റ് കയറാനുള്ള സ്ഥലം കൂടി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. കാരണം ഇത് കൊച്ചു സ്ത്രീകൾക്കും വലിയവർക്കും എല്ലാം ഒരേ അളവിലങ്ങ് അടിച്ചിരിക്കുകയാണ്. അപ്പം വല്ലാതെ വൈഡായിട്ടുണ്ടാവും. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളാണ്. ആ മുഖമക്കനെ നിങ്ങൾ അങ്ങനെ ഇടുമ്പോ വളരെയേറെ ശ്രദ്ധിക്കണം. നിങ്ങളുടേതാകുന്ന നഗ്നത വെളിവാകുന്നുണ്ട്, ഔറത്ത് വെളിവാകുന്നുണ്ട്, നിങ്ങളുടെ അമലുകൾ സ്വീകരിക്കപ്പെടൂല. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന മുഖമക്കനെ വൃത്തിയായി ഇട്ടിട്ട് അതിന്റെ മുകളിലേക്ക് ഇതങ്ങ് ഇട്ടേക്കുക. കാരണം ഇത് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. നിങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ, നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി അമീർ നിങ്ങൾക്ക് നിശ്ചയിക്കുന്ന ഒരു കുപ്പായാണത്. അത് മാത്രം ഇടുമ്പോൾ ഒരുപക്ഷെ അത് വല്ലാതെ വീതി കൂടിയിട്ടുണ്ട് എങ്കിൽ നേരത്തെ കയ്യിൽ കിട്ടി തയ്പ്പിക്കാൻ സാധിച്ചവരുടെ കാര്യമല്ല, അല്ലാത്ത സഹോദരിമാരുടെ കാര്യമാണ് ഈ പറയുന്നത്. അവരത് ഇട്ട് കഴിയുമ്പോ അവരുടേതാകുന്ന മാറിടത്തിന്റെ ഭാഗം ഒരുപക്ഷെ വെളിപ്പെടാൻ ചാൻസ് ഉണ്ട് എങ്കിൽ അവരുടെ അമലുകൾക്ക് കോട്ടം സംഭവിക്കും. അങ്ങനെ ഹജ്ജിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ പരിശുദ്ധമായ ഹജ്ജിന്റെ ഏറ്റവും നിർബന്ധമായ ഘടകമാണല്ലോ ഇഫാദത്തിന്റെ തവാഫ്. നിർബന്ധമായ തവാഫ് ഹജ്ജുൽ അസ്വദിന്റെ ഇവിടുന്ന് തുടങ്ങാണ്. നീ തവാഫ് ചെയ്യാൻ തുടങ്ങി 7 പ്രാവശ്യം കഅബും വലയം ചെയ്തു. നബി മുഹമ്മദ് തങ്ങൾ ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തിയ ഒരു ഇബാറത്തുണ്ട്, വളരെയേറെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. قال النووي رحمه الله لو ظهرت شعرة من شعراتها وطافت بالبيت
رجعت بغير حج رجعت بغير حج മുഖവും മുങ്കയും ഒഴികെയുള്ള സർവ്വ അവയവങ്ങളും മറച്ചുകൊണ്ട് പരിശുദ്ധമായ കാബയനിക്കുന്ന കാണണേ അല്ലാഹ്. ഒരുപാട് വർഷത്തതാകുന്ന താല്പര്യമാണ്, മനസ്സിലതാകുന്ന പൂവണിക്കുന്ന ആഗ്രഹമാണ്. മകനിതാ നൽകിയിരിക്കുന്ന ഒരു ഓഫറാണ് ഉമ്മാക്ക്. ഉമ്മ നിങ്ങളൊന്ന് കാബയൊന്ന് കാണണേ, ഞാനിതാ 50,000 രൂപ നൽകാം. പരിശുദ്ധമായ ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് ഉമ്മയിതാ നാട്ടിലുള്ളവരോട് യാത്ര പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ കാബ കൺകുളിറക്കെ കണ്ടുകൊണ്ട് തവാഫ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മ, ലൗ ലഹറത് ശഅറത്തുൻ മിൻ ശഅറാതിഹാ, അവളുടെ മുടിയിൽ നിന്ന് ഒരൊറ്റ മുടിക്കഷണം മാത്രം നെറ്റിത്തടത്തേക്ക് വന്ന് വീണ് കിടന്നാൽ അങ്ങനെ വരാൻ പാടില്ല. കാരണം മുടിയിഴകൾ വെളിവാക്കൽ ഔറത്താണ്, ഔറത്താണ്. നിന്റെ മുടിയിഴകൾ നഗ്നതയാണ്, അത് പുറത്ത് കാണിക്കൽ ഹജ്ജിന്റെ വേളയിൽ പാടില്ലാത്തതാണ്. നിസ്കാരത്തിന്റെ സമയത്തും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മുടിക്കഷണം മാത്രം വെളിവായാൽ റജഅത്ത് ബിഗൈരി ഹജ്ജിൻ, ഹജ്ജിന്റെ പരിപൂർണ കൂലിയില്ലാതെയാണ് അവൾ മടങ്ങി വരുന്നത് എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ്. വളരെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അഥവാ നിന്റെ തലയിലെ മുടി പോലും അന്യരാകുന്ന വ്യക്തികളുടെ മുന്നിലേക്കെന്നല്ല, അമലിന്റെ സമയത്ത് പോലും വെളിപ്പെടാൻ പാടില്ല. ഇമാം നബവി റഹിമഹുല്ലാഹ്, ലൗ ലഹറത് ശഅറത്തുൻ മിൻ ശഅറാതിഹാ വതാഫത് ബിൽ ബൈത്ത് റജഅത് ബിഗൈരി ഹജ്ജ് റജഅത് ബിഗൈരി ഹജ്ജ്. 50,000 അല്ല, 2.5 ലക്ഷമല്ല, 3.5 ലക്ഷമല്ല, എത്ര പണം ചെലവാക്കിയിട്ട് നീ ഹജ്ജ് ചെയ്താലും നാട്ടിൽ വന്നുകൊണ്ട് ഹജ്ജുമ്മയാണെന്ന് പറയാൻ നിൽക്കട്ടെ, നിനക്ക് ഹജ്ജിന്റെ പരിപൂർണ പ്രതിഫലം കിട്ടിയിട്ടില്ല. കാരണം നീ തവാഫിന്റെ വേളയിൽ മുടിയിഴകൾ പുറത്തിട്ടുകൊണ്ട് നടന്നവളാണ്. +2 പഠിക്കുന്ന പൊന്നുമോളെ, നീ നിന്റെ സ്കൂളിൽ പഠിക്കുന്ന കാലയളവിൽ മുഴുവനും നെറ്റിത്തടത്തിലേക്ക് മുടിയിഴകൾ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അതേപോലെയാണ് നിന്റെ നമസ്കാരമെങ്കിൽ നമസ്കാരം സാധൂകരിക്കപ്പെടൂല, അതിന്റെ പരിപൂർണമായ പ്രതിഫലം അല്ലാഹു നൽകൂല. വളരെ ശ്രദ്ധിക്കണേ പെങ്ങളെ, വളരെ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ഉമ്മ. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂല് ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞില്ലയോ, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക് വബനാതിക് വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ നബിയേ, നബിയേ, തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോട്, തങ്ങളുടെ പെൺമക്കളോട്, ലോകത്തുള്ള മുസ്ലിം അംഗമാരോട് പറയണേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിൽ അവരുടെ ബുർഖ കൂടി ധരിക്കണേ, ബുർഖ കൂടി ധരിക്കണേ, അഥവാ മുഖം കൂടി മറച്ച് നിൽക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ നല്ലതുപോലെ ഓതാൻ അറിയുന്ന മലബാറിന്റെ മക്കളെ, ഖുർആൻ നല്ലതുപോലെ ഓതാൻ പഠിച്ചിട്ടുള്ള പെങ്ങളെ, എന്ത് പറ്റിപ്പോയി നിന്റെ ജീവിതത്തിൽ? നീ എന്തേ മുഖം മറക്കാത്തത്? നീ എന്തേ ശരീരത്തിന്റെ നഗ്നതകൾ മറക്കാത്തത്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് മാതൃകയല്ലേ മുൻകഴിഞ്ഞു പോയതാകുന്ന മഹിളകൾ. ഉമ്മ ഖല്ലാദ് എന്ന സ്ത്രീ അറിയില്ലേ? ഉഹദിന്റെ രണാങ്കളത്തിലേക്ക് കടന്നു വന്ന ഒരു പെണ്ണ്, യുഖാലു ലഹാ ഉമ്മ ഖല്ലാദ്. ഉമ്മ ഖല്ലാദ് എന്ന പേര് പറയുന്ന ഒരു പെണ്ണ് കടന്നു വന്നിട്ട് സ്വഹാബത്തിനോട് ചോദിച്ചു, ഐന ഇബ്നി, എന്റെ മകനെവിടെ? എന്റെ മകനെവിടെ? യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ച എന്റെ മകനെവിടെ? ഒന്നടങ്കം പറഞ്ഞു, വഹുവ മഖ്തൂൽ, ഒരു ഷഹീദായിട്ടുണ്ട്.
യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉമ്മു ഖല്ലാദ് എന്ന സ്ത്രീ മുന്നോട്ട് നടന്നു. സ്വഹാബത്ത് നോക്കാൻ ശരീരം മുഴുവനും കരിമ്പടം കൊണ്ട് പുതച്ചിരിക്കുകയാണ്. കണ്ണ് മാത്രം അല്പം ഇങ്ങനെ പൊളി കാണാം, ബാക്കി മുഴുവനും മറച്ചിരിക്കുക. ഒരു കറുത്ത കരിമ്പടം പുതച്ചുകൊണ്ടാണ് പെണ്ണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ മകൻ ഇതാ മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മയോട് പറയുന്ന സ്വഹാബത്ത്, ഉമ്മ, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവും ഈ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനും ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയും ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അനാഥത്തിലേക്ക് വഴിവഴിഞ്ഞ വിധവയാകുന്ന പാവപ്പെട്ട സ്ത്രീ, ഒറ്റത്തടിയാകുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരി, ആ ഉമ്മ എന്നിട്ടും ശരീരത്തിന്റെ വസ്ത്രവിധാനം മാറ്റാൻ തയ്യാറാവുന്നില്ല. ആ കരിമ്പടമൊന്ന് മാറ്റിക്കൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് കരയാൻ തയ്യാറാവുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ആ ഉമ്മ കടന്നു ചെന്നുകൊണ്ട് ഉമ്മ വിളിച്ചു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഐന ഇബ്നീ, എന്റെ മകനെവിടെ റസൂലേ, എന്റെ മകനെവിടെ റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ലോകത്തിന്റെ നായകനെ പറയുകയാണ്, വഹുവ ഷഹീദ്, വഹുവ ഷഹീദ്, വഹുവ ഷഹീദ്. നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഈ ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായിട്ടുണ്ട് ഉമ്മ, മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉമ്മ, ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉമ്മ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ സഹാബത്തിൽ ഒരു വ്യക്തി വിളിച്ചു ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, സ്വന്തം ഉപ്പ മരണപ്പെട്ടു പോയി, സ്വന്തം സഹോദരൻ മരണപ്പെട്ടു പോയി, സ്വന്തം മകനിതാ മരണപ്പെട്ടു പോയി, സ്വന്തം കുടുംബത്തിൽപ്പെട്ട പല ആളുകളും മരണപ്പെട്ടു പോയി എന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങളുടെ ശരീരത്തിന്റെ വസ്ത്രവിധാനം ഇത്രത്തോളം നിങ്ങൾ ശ്രദ്ധിക്കുന്നല്ലോ, ഇത് വല്ലാത്തൊരു ഈമാനാണ്, ഈമാനാണ്. അപ്പോഴാണ് ഉമ്മ പറയുന്നത്, ഇദ്ദഹബ വലദി, ഇദ്ദഹബ വലദി ഫലം യദ്ഹബ ഹയാഇ. എന്റെ ഭർത്താവ് മരണപ്പെട്ടാലും, എന്റെ ഉപ്പ മരണപ്പെട്ടാലും, എന്റെ സഹോദരൻ മരണപ്പെട്ടാലും, എന്റെ മകൻ മരണപ്പെട്ടാലും, ഫലം യദ്ഹബ ഹയാഇ, എന്നിൽ നിന്ന് എന്റെ ഈമാൻ ഇതുവരെ മരണപ്പെട്ടില്ല. എന്റെ കുടുംബത്തിൽ നിന്ന് പലരും പോയിട്ടുണ്ട്. എന്റെ ഭർത്താവ് എന്നെ വിട്ടുപോയി, എന്റെ സഹോദരൻ വിട്ടുപോയി, എന്റെ മകൻ എന്നെ വിട്ടുപോയി, എന്റെ കുടുംബത്തിൽ നിന്ന് പലരും ഷഹീദായി പോയി. പക്ഷെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കൽ പോലും എന്റെ ലജ്ജ വിട്ടുപോയിട്ടില്ല. ഫലം യദ്ഹബ ഹയാഇ, എന്റെ ലജ്ജ പോയിട്ടില്ല, പോയിട്ടില്ല എന്ന് ഉമ്മ പറയേണ്ട താമസം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ലോകത്തിന്റെ നായകനെ പറയുകയാണ്, യാ ഉമ്മ ഖല്ലാദ്, യാ ഉമ്മ ഖല്ലാദ്, അല്ലയോ ഉമ്മു ഖല്ലാദ്, നിങ്ങൾക്കിതാ പടച്ചറപ്പ് നൽകുന്ന കൂലി അറിയുമോ? ഇബ്നുകി അജ്റു ശഹീദൈൻ, ഇബ്നുകി അജ്റു ശഹീദൈൻ. നിങ്ങളുടെ വസ്ത്രവിധാനം കാരണമായി നിങ്ങളുടെ പ്രിയപ്പെട്ട മകന് അല്ലാഹു ഒരു ഷഹീദിന്റെ കൂലി കൂടി നൽകുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട മകന് 2 ഷഹീദിന്റെ കൂലിയാണ് നൽകുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്തേ കാരണം? നിങ്ങളുടെ ജീവിതത്തിലുള്ള വസ്ത്രവിധാനം കാരണമായി നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടുപോയി, ഉപ്പ മരണപ്പെട്ടുപോയി, സഹോദരൻ മരണപ്പെട്ടുപോയി, ഇപ്പോഴിതാ മകനും മരണപ്പെട്ടുപോയി. എന്നിട്ട് ഈ വർത്തമാനം മുഴുവനും കേട്ടിട്ട് പോലും ശരീരത്തിന്റെ വസ്ത്രം മാറ്റിയിട്ടൊന്ന് പൊട്ടിക്കരയാതെ നിലകൊള്ളുന്ന ഉമ്മ, ഇബ്നുകി അജ്റു ശഹീദൈൻ, ഇബ്നുകി അജ്റു ശഹീദൈൻ. അതേ ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ
പ്രിയപ്പെട്ട മൂത്താപ്പ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാത്ത രീതിയിൽ മൃഗീയമായി കൊലപ്പെടുത്തിയല്ലോ. 72 വെട്ടുകൾ വെട്ടേറ്റുകൊണ്ട് മുറിവേറ്റ് കിടക്കുന്ന മിസ്ബിന് ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഉണ്ടായില്ലോ. രണ്ടുപേരുടെയും തലയിലേക്കൊന്ന് തുണിയിട്ടാൽ കാല് വെളിവാകുന്ന അവസ്ഥ പടച്ച റബ്ബ് കൊടുത്തില്ലയോ? അവസാനം കഫൻ തുണി കൊണ്ടുവന്ന് തലയിട്ട് കഴിഞ്ഞാൽ കാല് വെളിവാകും, കാലിലേക്കിട്ടാൽ തല വെളിവാകും. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ജനാസ കടന്നു വന്നില്ലയോ? പക്ഷെ ഹംസ റളിയല്ലാഹു അൻഹുവിനോ മിസ്ബിന് ഉമൈർ റളിയല്ലാഹു അൻഹുവിനോ 2 ഷഹീദിന്റെ കൂലി അല്ലാഹു നൽകിയില്ല. ഒരൊറ്റ വെട്ടിലൂടെ മരണപ്പെട്ടു പോയ ഉമ്മ ഖല്ലാദ് എന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ മകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ഷഹീദിന്റെ കൂലി കൊടുത്തു. എന്ത് കാരണം കൊണ്ടാണ്? ഒന്ന് ആ മകൻ യുദ്ധത്തിൽ ഷഹീദായ കൂലി, മറ്റൊന്ന് ഉമ്മയുടെ വസ്ത്രവിധാനം കാരണമായിട്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. മലപ്പുറത്തുള്ള പ്രിയപ്പെട്ട ഉമ്മ, ലജ്ജിക്കണേ, ലജ്ജിക്കണേ. നമുക്കൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ജീവിച്ചുകൂടെയോ? നാളെ നമ്മുടെ മക്കളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ നിൽക്കുമ്പോ നിന്റെ വസ്ത്രവിധാനം കാരണമായിട്ട് നിന്റെ മകനെ സ്വർഗത്തിലേക്ക് കടത്താൻ പടച്ചറപ്പിനെ കഴിയുമോ? നിന്റെ തലമറക്കല്ലതിന് സാധ്യമാകുമോ? നിന്റെ മാറുമറക്കല്ലതിന് സാധ്യമാകുമോ? നിന്റെ ശരീരത്തിൻ്റെതാകുന്ന നഗ്നതകൾ മറക്കൽ അതിന് സാധ്യമാകുമോ? ഉമ്മ ഖല്ലാദ് എന്ന സ്ത്രീക്ക് സംഭവിച്ചതുപോലെ ശരീരത്തിന്റെ നൂലിത പോലും വസ്ത്രം വെളിവാക്കാതെ, നഗ്നത വെളിവാക്കാതെ പരിപൂർണമായി മറച്ചു നടന്നതിന്റെ പേരിൽ ആ ഉമ്മയുടെ വസ്ത്രവിധാനം കാരണമായ മകന് 2 ഷഹീദിന്റെ കൂലി നൽകി സ്വർഗത്തിലേക്ക് പടച്ചറപ്പ് മകനെ പറഞ്ഞയച്ചുവെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ട് കുമ്മനമസാദ് സ്നേഹത്തോടുകൂടി നിരന്തര പറമ്പിലുള്ള ഉമ്മമാരോട് ചോദിക്കുകയാണ്, നമുക്ക് സാധിക്കുമോ നമ്മുടെ വസ്ത്രവിധാനം കാരണമായി മക്കള് സ്വർഗത്തിലേക്ക് ഒരു പടിയെങ്കിലും കടക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരെയല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടത്? ഉമ്മ ഖല്ലാദ് എന്ന സ്ത്രീയല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടത്? ചിന്തിച്ചു നോക്ക്. മരണപ്പെട്ട് എല്ലാവരും കടന്നിട്ട് പോലും അവരുടെ ശരീരത്തിൽ നിന്ന് നൂലില പോലും വസ്ത്രം വെളിവാക്കുന്നില്ല, പരിപൂർണമായി മറച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പെണ്ണിനെ കുറിച്ച് സ്വർഗ്ഗത്തിൽ കടന്ന സ്ത്രീയാണെന്ന് പറഞ്ഞു. ഈ സംഭവം ബഹുമാനപ്പെട്ട തായിബിൻ അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു പെണ്ണിനെ എനിക്കറിയാം, ആ പെണ്ണ് സ്വർഗ്ഗത്തിലാണ്. അതാഇബ്നു അബീ റബാഹിനോട് ചോദിച്ചു, നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? അലാ ഉരിയന്നക മിൻ അഹ്ലിൽ ജന്ന, ആ സ്വർഗ്ഗത്തിൽപ്പെട്ട പെണ്ണിനെ നിനക്കൊന്ന് കാണിച്ചു തരട്ടെയോ? അതാഇബ്നു അബീ റബാഹ് പറഞ്ഞു, എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം. സ്വർഗ്ഗത്തിൽ കിടക്കുന്ന സ്ത്രീയെ ദുനിയാവിൽ വെച്ചൊന്ന് പരിചയപ്പെടാമല്ലോ. അപ്പോഴാണ് പറയുന്നത്, ഹാദിഹിൽ മർഅത്തു സൗദാ, ഈ കറുകറുത്ത പെണ്ണാണ്, കറുകറുത്ത പെണ്ണാണ്. നിർത്താണ് ഈ ചരിത്രം കൂടി പറഞ്ഞു. ഈ കറുകറുത്ത പെണ്ണാണ്, ഒരു കറുത്ത പെണ്ണിനെ കാണിച്ചു കൊടുത്തു. നല്ല കറുപ്പാണ്. ഈ പെണ്ണാണ് സ്വർഗത്തിൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ സ്ത്രീയാണ്. ജാഅത് ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പെണ്ണ് കടന്നു വന്നു. ഫഖാലത് യാ റസൂലല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ പെണ്ണ് വിളിച്ചു പറയുകയാണ്, നബിയേ, ഇന്നി അതസറഉ വതകശഫു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അപസ്മാര രോഗിയാണ്, അപസ്മാരമുള്ള പെണ്ണാണ്. വതകശഫു യാ റസൂലല്ലാഹ്,
ഞാൻ സുഖമില്ലാതെ കിടക്കുന്ന സന്ദർഭത്തിൽ, നിലത്ത് വീണ് കിടക്കുന്ന സന്ദർഭത്തിൽ എന്റെ വസ്ത്രം വെളിവാകാറുണ്ട് നബിയേ. ഫദ്ഉല്ലാഹ ലീ, തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ റസൂലേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ റസൂലേ. അപസ്മാര രോഗം അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത്തരത്തിലുള്ള രോഗികൾ ഉണ്ടാകും, അല്ലാഹു പരിപൂർണ്ണ ശമനം നൽകട്ടെ. ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ നടന്നു പോകാൻ എളങ്കൂർ അങ്ങാടിയിൽ വെച്ച്, അല്ലെങ്കിൽ ചെറുകോട് ടൗണിൽ വെച്ച്, വണ്ടൂർ അങ്ങാടിയിലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ കൊണ്ട് കഴിഞ്ഞു വീണ് നിലത്തേക്ക് വീണിട്ട് വിറച്ച് വീണ് വായിൽ നിന്നൊക്കെ ഇങ്ങനെ നൊരയും പതയൊക്കെ ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥ. ആരെങ്കിലും ഇരുമ്പിന്റെ കഷ്ണം കയ്യിൽ കൊടുത്തെങ്കിലേ ജീവൻ നിലനിർത്താൻ പറ്റൂ. അങ്ങനത്തെ ഒരു അപകടാവസ്ഥ. അതൊരു പെണ്ണിന് വന്നാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, വൈഷമ്യമാണ്. പെണ്ണ് വന്ന് നബിയോട് പറയാൻ, ഇന്നി അതസറഉ വതകശഫു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്കിതാ വസ്ത്രം വെളിവാകും, ഞാൻ ഇങ്ങനെ നിലത്ത് കിടന്ന് ഉരുളുമ്പോ. അപസ്മാരം വന്നിട്ട് നിലത്ത് കിടന്ന് ഉരുളുമ്പോ ബോധമില്ല, അബോധാവസ്ഥയാണ്. ആ അബോധാവസ്ഥയിലുള്ള അവസ്ഥയെ കുറിച്ച് പരിതപിക്കാൻ, അബോധാവസ്ഥയിലുള്ള അവസ്ഥയെ കുറിച്ച് പരിഭവം ചിന്തിക്കണം. നമുക്ക് ബോധമുണ്ട്, ഇവിടെ ബോധം ഉണ്ടിട്ടാണ് നമ്മൾ തലമറയ്ക്കാതെ ഇങ്ങനെ നടക്കുന്നത്. ബോധം ഉണ്ടായിട്ടാണ് നമ്മുടെ ഈ അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അന്യപുരുഷന്റെ മുന്നിൽ, വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളുടെ മുന്നിൽ പഠിക്കണമല്ലോ. അന്യപുരുഷന്റെ മുന്നിൽ ശരീരം മുഴുവനും മറക്കണം. അതാണ് നിയമം. വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളുടെ മുന്നിൽ, മഹറമിന്റെ ആളുകൾ മുന്നിൽ. അഥവാ വീട്ടിൽ പെരുമാറുന്ന സന്ദർഭത്തിൽ ഒരു പെണ്ണിന് യജൂസു ലഹാ മിൻ ഗൈരി തബറുജിൻ അൽ വജ്ഹ വർ-റഅസ വർ-റഖബത വൽ-കഫൈനി വൽ-കഅബൈനി വതസ്റു മാ സിവാ ദാലിക. അവളുടെ മുഖം വെളിവാക്കൽ അനുവദനീയം, മുൻകൈ വെളിവാക്കൽ അനുവദനീയം, രണ്ട് കാലിന്റെ കണങ്കാല് വരെയുള്ള നെരിയാണി വരെയുള്ള ഭാഗം വെളിവാക്കൽ അനുവദനീയം, നെരിയാണി വരെയുള്ള ഭാഗങ്ങൾ വെളിവാക്കൽ അനുവദനീയം. തല വെളിവാക്കൽ അനുവദനീയം, പിരടി വെളിവാക്കൽ അനുവദനീയം. ഇതല്ലാത്തത് മുഴുവനും മറച്ചിരിക്കണേ, ഇതല്ലാത്ത മുഴുവൻ അവയവങ്ങളും മറക്കണേ. അപ്പൊ മറക്കണം. എപ്പോഴും തുണി ഉണ്ടാവണം, മാറത്തോണം. വീട്ടിൽ കഴിയുമ്പോഴുള്ള കാര്യമാണ് ഈ പറയുന്നത്. വീട്ടിൽ നമ്മൾ അടുക്കളയിൽ പെരുമാറുന്നുള്ള സമയമാണ് ഈ പറയുന്നത്. യജൂസു ലഹാ മിൻ ഗൈരി തബറുജിൻ, വലിയ അണിഞ്ഞൊരുങ്ങലൊന്നും കൂടാതെ വീടിനകത്തൊരു പെണ്ണിന് അനുവദനീയമാണ്. വെളിവാക്കൽ അനുവദനീയമായത് അൽ വജ്ഹ, ഒന്ന് മുഖം, വർ-റഅസ തല, വൽ-റഖബത പിരടി. അപ്പോൾ ഒരു പെണ്ണ് വീടിന്റെ അകത്തളത്തിൽ തലമറയ്ക്കാതെ നിൽക്കൽ കൊണ്ട് തെറ്റില്ല, അനുവദനീയമാണ് എന്ന് പറഞ്ഞ് ഇത്രയും നാളും തലേ തുണി ഇട്ട ഒരു മുസ്ലിയാർ പറഞ്ഞ് തലേ തുണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അനുവദനീയം എന്നാണ്, അതാണ് ഞാൻ പറഞ്ഞത്. മസാല ശ്രദ്ധിച്ച് കേൾക്കണം. തലമറയ്ക്കാതിരിക്കൽ അനുവദനീയം വീടിന്റെ അകത്തളത്തിൽ. അപ്പോഴും ഒരു അന്യനായ വ്യക്തി കടന്നു വന്നാലോ മറക്കണം, വേഗം മറക്കണം, മുഖം വരെ മറക്കണം, മാറി നിൽക്കണം. അങ്ങനെ ആയിരുന്നല്ലോ നമ്മള് കൊല്ലങ്ങൾക്ക് മുമ്പ്. കൂടുതലൊന്നും പോകണ്ട, ഒരു 5 കൊല്ലത്തിനപ്പുറം, ഒരു 10 കൊല്ലത്തിനപ്പുറം നമ്മൾ ആ രീതിയിൽ അവലംബിച്ചിരുന്നവരാണ്. നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനാണ് ഇതൊക്കെ മാറിയത്. പണ്ട് കഥകിനപ്പുറത്ത് മറഞ്ഞു നിൽക്കും, ഇത് നമ്മൾ കഥകിനിപ്പുറത്തേക്ക് ചാടി നിൽക്കും. പാടില്ല. അതേപോലെ മറഞ്ഞു നിൽക്കും. സുരക്ഷിതത്വമാണ്. അപ്പൊ നിന്റെ മുഖം വെളിവാക്കാം, പിരടി വെളിവാക്കാം, തല വെളിവാക്കാം, 2 മുൻകൈ വെളിവാക്കാം, 2 കണങ്കാലിന്റെ ഭാഗം വരെ വെളിവാക്കാം, നെരിയാണി വരെയുള്ള ഭാഗം വെളിവാക്കാം. ഇതല്ലാത്തത് മുഴുവനും വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളുടെ മുന്നിൽ പോലും മറച്ചിരിക്കണം. ഇതാണ് ശാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ, അഥവാ നിന്റെ മകൻ ഭർത്താവിന്റെ മുന്നിലോ എല്ലാം വെളിവാക്കൽ അനുവദനീയം. ശരീരത്തിലെ സർവ്വ അവയവങ്ങളും വെളിവാക്കൽ അനുവദനീയം. അന്യപുരുഷന്മാരുടെ മുന്നിൽ പൂർണ്ണമായി മറച്ചിരിക്കണം. അതാണ് ഈ പെണ്ണ് വന്നുകൊണ്ട് നബിയോട് പറയുന്നത്, നബിയെ എനിക്ക് അപസ്മാര രോഗം വരും. അങ്ങനെ രോഗം വന്ന് ഞാൻ ടൗണിലേക്കൊക്കെ ഇറങ്ങി സാധനം വാങ്ങാൻ ഇറങ്ങുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് എനിക്ക് സുഖമില്ലാതെ വരുന്ന സന്ദർഭത്തിൽ എന്റെ ശരീരത്തിലേതാകുന്ന വസ്ത്രം വെളിവാകാൻ ചാൻസ് ഉണ്ട്. നിലത്ത് കിടന്ന് ഞാനിങ്ങനെ ഉരുളാണ്. അപസ്മാര രോഗം വരുമാനാണല്ലോ, നിലത്ത് കിടന്ന് ഭയങ്കര ഉരുളിച്ചയായിരിക്കും. വായിൽ നിന്നൊക്കെ ഒരേയും പതയും വരും. ഞാൻ ഇട്ടിരിക്കുന്ന പർദ്ദയും ഞാൻ ഇട്ടിരിക്കുന്നതാകുന്ന വസ്ത്രവും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ കാലൊക്കെ വെളിവാകും, തൊടഭാഗമൊക്കെ വെളിവാകും, മുട്ടുവരെയൊക്കെ ചിലപ്പോൾ വെളിവാകും. എനിക്ക് ബോധമില്ല. ബോധം ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് മറക്കും. അത് അബോധാവസ്ഥയാണ്, അപസ്മാര രോഗമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ റസൂലേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ഇറക്കണം.
എൻ്റെ ഈ രോഗം ഒന്ന് മാറാൻ. فقال رسول الله صلى الله عليه وسلم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടനെ ആ ഉമ്മയോട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട പൊന്നുമോളെ ഇൻശഅതി സബർതി ഫലകിൽ ജന്ന, നീയൊന്ന് ക്ഷമിച്ചാൽ, നീയൊന്ന് ക്ഷമാവലംബിച്ചാൽ നിനക്ക് സ്വർഗമാണ്. ഈ രോഗത്തിന്റെ മേൽ നീ ഒന്ന് ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമാണ് കേട്ടോ. അപ്പൊ അപസ്മാര രോഗമുള്ളവരൊക്കെ പരിപൂർണമായി ഒന്ന് ക്ഷമിച്ചങ്ങ് നിലകൊണ്ടാൽ അതിൽ നിന്ന് സ്വർഗം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെറിയതല്ല ആ രോഗമൊക്കെ ഉള്ളത് അങ്ങനെ തന്നെയാണ്. രോഗം മുഴുവൻ അങ്ങനെ തന്നെയാണ്. നമ്മൾ അതിന്റെ മേലെ ക്ഷമ അവലംബിച്ചാൽ വലിയ പ്രതിഫലം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻശഅതി സബർതി ഫലകിൽ ജന്ന, ഇൻശഅതി സബർതി ഫലകിൽ ജന്ന, നീയൊന്ന് ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് പറയുമ്പോ ഫഖാലത് യാ റസൂലല്ലാഹ്, പെണ്ണുടനെ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ ഖദ് സബർതു, ഞാൻ ക്ഷമിച്ചു നബിയേ, ഞാൻ രോഗത്തിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറാണ് റസൂലേ. ഫദുല്ലാഹി ലി അല്ലാ അതകശഫ, എനിക്ക് അപസ്മാര രോഗമല്ല പ്രശ്നം. രോഗം വന്ന് ഞാൻ നിലത്ത് കിടന്നുരുളുമ്പോ എന്റെ വസ്ത്രം തെന്നി മാറാറുണ്ട് നബിയേ. അന്യരാകുന്ന പരപുരുഷന്മാര് കാണാൻ ചാൻസ് ഉണ്ട് നബിയേ. ഫദുല്ലാഹി ലി അല്ലാ അതകശഫ, തങ്ങളെ ദ്വാര കണ്ടത് എന്റെ രോഗം ശമനം വരാനല്ല നബിയേ. എന്റെ വസ്ത്രം തെന്നി മാറരുത്, ഞാൻ സുഖമില്ലാതെ നിലത്ത് കിടന്നുരുളുമ്പോ എന്റെ ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാരെ കാണരുത് നബിയേ. ഫദുല്ലാഹി ലി അല്ലാ അതകശഫ, അല്ലാഹുവിന്റെ റസൂലുടനെ കൈകൾ ഉയർത്തുകയാണ്. ഫദഅലഹാ, നബി തങ്ങളെ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹ് ഈ പെണ്ണ് സുഖമില്ലാതെ അസുഖബാധിതയായി അപസ്മാര രോഗിയായി എപ്പോഴൊക്കെ നിലത്ത് വീഴുന്നുവോ അപ്പോഴൊക്കെ അവരുടെ വസ്ത്രവിധാനം അനഗ്നത വെളിവാകാതെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജീവിതത്തിൽ ആ പെണ്ണ് കൊതിച്ചിട്ടുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ബോധമുള്ള സമയത്തും അബോധാവസ്ഥയിലും അല്ലാഹ് എന്റെ ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാരെ കാണരുത് അല്ലാഹ്. രോഗത്തിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറാണ് അല്ലാഹ്. ഈ പെണ്ണ് സ്വർഗത്തിലാണ് അതായേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. കഴിയുമോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, നിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരവസ്ഥ വന്നെങ്കിൽ നീ പറയും, അല്ലാഹ് എന്റെ നഗ്നത വെളിവാക്കിയാലും എന്റേതാകുന്ന രോഗമൊന്ന് മാറ്റണേ അല്ലാഹ്. നമ്മളതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് പടച്ചവനെ, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പുടിക്കുന്നുണ്ട്, എനിക്ക് ഈ സൈസ് രോഗം തന്നല്ലോ പടച്ചവനെ. തുണി നേരെ കൊടുക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇവിടെ ഈ പെണ്ണ് അപരാധിപ്പെടുന്നത് എന്താ? അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വസ്ത്രവിധാനം എന്ന് നന്നാക്കി താ അല്ലാഹ്. എനിക്ക് അബോധാവസ്ഥയാണ്, സുഖമില്ലാത്ത അവസ്ഥയാണ്. ഈ ബോധമില്ലാതെ കിടക്കുന്ന സമയത്തും എന്റെ വസ്ത്രവിധാനം ഒന്ന് ശരിയാക്കി താ അല്ലാഹ്. ഈ പെണ്ണ് സ്വർഗത്തിൽ അതാ ഇബ്നു അബീ റബാഹിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് ജീവിതത്തിൽ മാറ്റം തരട്ടെ. അല്ലാഹു മാറ്റം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഒരു മാറ്റം നൽകട്ടെ. ഉറപ്പായിട്ടും മാറ്റം വരണം. നിയ്യത്ത് വെക്കിൻ, വസ്ത്രവിധാനം ശ്രദ്ധിച്ചേ പറ്റൂ. ആദം നബിയുടെ ഖിസ്സ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹു സൂറത്തുൽ അറാഫിൽ അവസാനമായി പറഞ്ഞൊരു ആയത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. യാ ബനീ ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ കമാ أخرج أبويكم من الجنة ينزع عنهما لباسهما
ലിയുരിയഹുമാ മിൻ സൗആതിഹിമാ. അല്ലയോ ആദമിന്റെ മക്കളെ, കേട്ടില്ലേ നിങ്ങൾ? ആദം നബിയുടെ ചരിത്രം കേട്ടില്ലേ? നിങ്ങൾ ഫിത്നയിലാക്കാതിരിക്കട്ടെ, പിശാചിന്റെ ഫിത്നയിൽ പെട്ടുപോകരുത്, അവന്റെ നശീകരണത്തിൽ പെട്ടുപോകരുത്. കമാ അഖറജ അബവൈകും മിനൽ ജന്ന. നിങ്ങളുടെ വാപ്പയും ഉമ്മയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെയുള്ള അവന്റെ ഫിത്നയിൽ നിങ്ങൾ പെട്ടുപോകരുതേ. ആദമിന്റെ മക്കളെ, യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ മിൻ സൗആതിഹിമാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഹവ്വാ ഉമ്മയുടെയും ശരീരത്തിൽ കിടന്നിരുന്ന വസ്ത്രം ഉരിയിച്ചെടുത്തുകൊണ്ടാണ് അവൻ ലോകത്ത് ആദ്യമായി നടത്തിയ ദുർബോധനം, ആദ്യമായി നടത്തിയ ഫിത്ന. ആ ഫിത്നയിൽ നിങ്ങൾ പെട്ടുപോകരുതേ, അഥവാ ലോകാവസാനം വരെ ആ ഫിത്ന നിലനിൽക്കുമേ. പിശാചിന്റെ ഫിത്നയാകുന്ന വസ്ത്രവിധാനത്തിനുള്ള ഫിത്ന, അത് മോശപ്പെടുത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ ഒരിക്കലും നിന്നു കൊടുക്കരുത്. വിശുദ്ധ ഖുർആൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്താൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിശാചിന്റെ കരവലയത്തിൽ പെടാതെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നിയ്യത്തുകളെല്ലാം അല്ലാഹു സാധൂകരിക്കുമാറാവട്ടെ. ആ പള്ളിയുടെ പണിയൊന്ന് പൂർത്തീകരിക്കാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈഡ് ഭാഗം ഒന്ന് വൃത്തിയായി നല്ല രീതിയിൽ മറക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് സംഭാവനകൾ പറയുന്ന ഏതൊക്കെ സഹോദര സഹോദരിമാരുണ്ട് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നല്ലൊരു തുക തുടക്കം തന്നെ പറയുന്നവരാണ്, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വേഗം പറയണം ഇൻഷാ അല്ലാഹ്. നല്ല ദുആയിരുന്നു പിരിയണം, ആരും പോകരുത് ഇൻഷാ അല്ലാഹ്. അധികം വൈകൂല, പെട്ടെന്ന് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നേരത്തെ എത്തണം, കാരണം ഇപ്പൊ ചെറിയ മഞ്ഞു ഇതൊക്കെ ഉള്ളത് കൊണ്ട് കാലാവസ്ഥയൊക്കെ നമുക്ക് വ്യതിയാനം സംഭവിക്കുന്നതിന് മുമ്പ് നേരത്തെ എത്തിയാൽ ഇൻഷാ അല്ലാഹ് നേരത്തെ നമുക്ക് സദസ്സ് തുടങ്ങാൻ സാധിക്കും. നാളെ ഇൻഷാ അല്ലാഹ് നേരത്തെ തന്നെ എല്ലാവരും എത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ്. അസുഖങ്ങൾ സുഖപ്പെടാനും മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യാനും ഒരു സഹോദരൻ 33,333 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. സഹോദരന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ മക്കളെ സ്വാലിഹീങ്ങളിൽ ആബിദീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായ ശമനം നൽകണേ റബ്ബേ. ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ. എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ നൽകാൻ നീ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഈ നൽകിയ സംഭാവനയുടെ കാരണമായിട്ട് പരിപൂർണമായി നീ മാറ്റണേ അല്ലാ. നീ സുഖപ്പെടുത്തണേ റബ്ബേ. അദ്ദേഹത്തിലുള്ള രോഗം നീ പരിപൂർണമായി ശമനം വരുത്തണേ അല്ലാ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. മനുഷ്യ, നിന്റെ ജീവിതത്തിൽ നീ എന്ത് ഒരുമിച്ച് കൂട്ടിയാലും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അതൊന്നും തന്നെ നിന്റെ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. നിനക്ക് കഴിയുന്നത് ദീനിന് വേണ്ടി കൊടുത്തതാണ്. എത്ര വാതുകൾ നീ കേട്ട സംഗതിയാണ്, എത്രയോ വാതുകൾ നീ കേട്ട സംഗതിയാണ്. ഇന്ന് മരിച്ചാല് നാളെ നിന്നെ കൊണ്ടുവന്ന ഖബറടക്കും. ഇന്ന് എത്രയോ സ്വത്തുകൾ ഉള്ളവരാണ് നീ. നാളെ നീ ഖബറിൽ കടന്നുകൊണ്ട് ചിന്തിക്കുമല്ല, ഇന്നലത്തെ സദസ്സിൽ ഞാൻ നൽകിയിരുന്നുവെങ്കിൽ ഇന്നെന്റെ ഖബറിൽ അതെങ്കിലും ഒന്ന് കൂടെ ഉണ്ടാകുമായിരുന്നല്ലോ. ഞാൻ ഒരുപാട് അമലുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമസ്കാരങ്ങൾ കുറവുള്ളവരല്ലേ, നോമ്പ് കുറവുള്ളവരല്ലേ, സകാത്ത് പരിപൂർണമായി കൊടുക്കാത്തവരല്ലേ, പരിശുദ്ധമായ ഹജ്ജിന് സൗഭാഗ്യം കിട്ടാത്തവരില്ലേ. അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നൽകണേ അല്ലാഹുവേ, തൗഫീഖ് നൽകണേ അല്ലാ. 33,333 രൂപ നൽകിയ സഹോദരന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. നിന്റെ മർഹമത്ത് വിശാലമാണല്ലോ റബ്ബേ. നിന്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ.
ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗീയ വസ്ത്രം അണിയിക്കണം റബ്ബേ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. വേഗം വേഗം പറയണം, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളെ കൊണ്ട് കഴിയുന്ന തുക പറഞ്ഞോളി. 10,000 കഴിയുന്നവരങ്ങനെ, 5,000 കഴിയുന്നവരങ്ങനെ കഴിയുന്നത് പറയുന്നത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സഹോദരിമാരുടെ ഭാഗത്ത് നോക്കണം ഇൻഷാ അല്ലാഹ്. വേഗം 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 അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. വേഗം വേഗം പറയണം സഹോദരിമാരുടെ ഭാഗത്ത്, അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഈ സദസ്സിലേക്ക് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് സംഭാവന നൽകുന്നവരെ നീ കബൂലാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഫവല്ലാഹി ഇന്നലിൽ ഖബരി ലല്ലഗതതാ. നിശ്ചയം ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ ഖബർ അവനെ ഇടുക്കുമേ, ഖബർ നിരക്കുമേ. ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി, ഉപ്പയ്ക്ക് രക്ഷ കിട്ടണം, എനിക്ക് രക്ഷപ്പെടണം, എന്റെ മക്കൾക്ക് രക്ഷപ്പെടണം, എന്റെ കുടുംബത്തിൽ രക്ഷപ്പെടാനും നിയ്യത്ത് വെച്ചുകൊണ്ട് കൊടുക്കു സഹോദരി. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ബാക്കി വെച്ച സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. വേഗം വേഗം കഴിയുന്നവർ പറയും ഇൻഷാ അല്ലാഹ്. സമയങ്ങളെയല്ല, വേഗം ഇൻഷാ അല്ലാഹ്. സ്ത്രീകളുടെ ഭാഗത്തുള്ളവർ പറയണം, കഴിയുന്ന തുക പറഞ്ഞോളൂ ഇൻഷാ അല്ലാഹ്. നമ്മളെ കൊണ്ട് കഴിയുന്നവർ, ആരാ റോഡിന്റെ ഭാഗത്തൊക്കെ നിൽക്കുന്നവർ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. നിയ്യത്തുള്ള അല്ലാഹു സാധൂകരിക്കട്ടെ. മക്കളെ സാലിഹീങ്ങളായി തീരാൻ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് പ്രതിഫലം ചെയ്യൂല. എത്രയോ ആളുകളാണ് വലിയ കടക്കണിയിൽ കുടുങ്ങി മരണപ്പെടുന്നവർ. ആലപ്പുഴ ജില്ലയിൽ വലിയൊരു പണക്കാരനായ ഒരു വ്യക്തി മരണപ്പെട്ടു. വലിയൊരു നല്ല പണക്കാരനായ വ്യക്തി, കോടിക്കണക്കിന് രൂപ കടമുണ്ട്. കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ള ആസ്തിയും ആ കുടുംബത്തിനുണ്ട്. കടം വീട്ടാനുള്ള ആസ്തിയുണ്ട്, പക്ഷെ കുടുംബക്കാർ ആ കടം വീട്ടുന്നില്ല. അവർക്ക് അതിൻ്റെതാകുന്ന ഭാഗം അറിയില്ല, പേടിയില്ല, ഭയപ്പാടില്ല. വിഷയിൽ ആഖിറത്തിൽ കാണാൻ എന്നുള്ള നിലപാടാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ മനുഷ്യനോ നല്ല ദീനുള്ള മനുഷ്യൻ, നല്ല മതബോധമുള്ള മനുഷ്യൻ, അദ്ദേഹം ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ ആ കടം മുഴുവൻ അദ്ദേഹം വീട്ടിയേനെ. പക്ഷെ എപ്പോഴാണ് മരണം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരിക ആർക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂലല്ലോ. ഏത് നിമിഷം കടന്നു വരും, ഏത് സെക്കൻഡിൽ കടന്നു വരും, ആർക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല. മരണം പെട്ടെന്ന് വന്ന് പിടികൂടി, പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയി. കോടിക്കണക്കിന് രൂപ കടമുണ്ട്, അത് വീട്ടാനുള്ളതാകുന്ന സമ്പത്ത് അദ്ദേഹം ബാക്കിയാക്കിയിട്ട് പോയിട്ടുമുണ്ട്. പക്ഷെ അതെടുത്തിട്ട് വീട്ടാൻ കുടുംബക്കാര് തയ്യാറാകുന്നില്ല. ഖബറിൽ അദ്ദേഹത്തിന് ശിക്ഷ നിലനിൽക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ.